نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم النار يعرضون عليها عدوا وعشيا ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب. സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ ഏകനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും യഥാവിധി സൂക്ഷിച്ചും പാലിച്ചും അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് ഏറെ ഗൗരവത്തോടുകൂടെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം സുപ്രധാനമായ 3 ഘട്ടങ്ങളിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഒന്ന്, ജനനം മുതൽ മരണം വരെയുള്ള ദാറുദ്ദുനിയ, പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യമർഹിക്കുന്ന ഐഹിക ജീവിതം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അപാരമായ ഒട്ടനേകം അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള അവസരം നൽകപ്പെട്ടിട്ടുള്ള ഐഹിക ജീവിതം എന്ന് പറയുന്നത് ഇതര ഘട്ടങ്ങളെ അപേക്ഷിച്ച് നന്നേ കുറവാണ് അതിൻ്റെ ദൈർഘ്യവും അതുപോലെ തന്നെ അതിൻ്റെ വിലയും. രണ്ടാമത്തൊരു ഘട്ടമെന്ന് പറയുന്നത് ദുനിയാവിൽ നിന്ന് യാത്ര പോവുകയും ഒരു മനുഷ്യന്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്ന പരലോക ജീവിതത്തിൽ പരിപൂർണമായി എത്തിപ്പെടുകയും ചെയ്യുന്നതിന് മുമ്പുള്ള ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റിയിരിക്കുന്ന ദാറുൽ ബർസഖ്, ഖബർ ജീവിതം, ബർസഖയായിരിക്കുന്ന ജീവിതം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘട്ടം ഖിയാമത്ത് നാളിനു ശേഷം റബ്ബിന്റെ തീരുമാനപ്രകാരം രണ്ടാമത് പുനർസൃഷ്ടിക്കപ്പെടുകയും ദുനിയാവിൽ വെച്ച് അവൻ ചെയ്തിരിക്കുന്ന അവന്റെ അമലുകളും അവന്റെ വിശ്വാസങ്ങളും പരിഗണിച്ചുകൊണ്ട് പരിപൂർണമായിരിക്കുന്ന രക്ഷയും ശിക്ഷയും വിധിക്കപ്പെടുകയും ഒരിക്കലും നിലക്കുകയും ചെയ്യാത്ത ദാറുൽ ആഖിറ, പരലോക ജീവിതം എന്ന് പറയുന്ന ദാറുൽ ഖറാർ, സ്ഥിരവാസത്തിന്റെ ജീവിതം എന്ന് പറയുന്ന മൂന്നാമത്തെ ഘട്ടം. ഒന്നാമത്തെ ഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന 2 ഘട്ടങ്ങൾ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്ക് മാത്രം വിശ്വസിക്കാൻ കഴിയുന്നതും അംഗീകരിക്കാൻ കഴിയുന്നതും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ്.
ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് മരണത്തോടുകൂടെ ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് യഥാർത്ഥമായിരിക്കുന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ വിശ്വാസം ഉൾക്കൊണ്ടവരെയാണ് മുഅ്മിൻ, മുസ്ലിം എന്നൊക്കെ പറയുന്നത്. അൽഹംദുലില്ലാഹ്, നാം അത്തരത്തിൽ വിശ്വാസം അർപ്പിച്ചവരാണ്, യഥാർത്ഥ വിശ്വാസികളാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. എന്നാൽ ദുനിയവിയായിട്ടുള്ള ദാറുദ്ദുനിയ വിട്ടുകഴിഞ്ഞാൽ പരലോക ജീവിതത്തിനിടയിൽ ഒരു ബർസഖയായിരിക്കുന്ന ഒരു ജീവിതമുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്കിടയിൽ പോലും സംശയമുണ്ട്. അല്ലെങ്കിൽ വിശ്വാസത്തിൽ യഖീൻ വരുത്താൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. മുസ്ലിങ്ങളായ നല്ലൊരു ശതമാനത്തോളം ആളുകൾ അതിനെ നിഷേധിക്കുന്നു. ഒന്നെങ്കിൽ പരിപൂർണമായും അതിൽ നിന്ന് നിഷേധിക്കുന്നു, മറ്റു ചില ആളുകൾ അതിൽ സംശയം പ്രകടിപ്പിക്കുന്നു. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ സത്യപ്പെടുത്തിയിരിക്കുന്ന ബർസഖയായിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കൽ അവന്റെ ഈമാനിന്റെ ഭാഗമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് ബർസഖയായിരിക്കുന്ന ജീവിതം, ഖബർ ജീവിതം എന്ന് പറയുന്നത്. യുക്തിഭദ്രമായി ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണെങ്കിലും യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന കാരണത്താലാണ് പലപ്പോഴും അതിനെ നിഷേധിക്കുന്നവരായ ആളുകൾ രംഗത്ത് വരാറുള്ളത്. കാരണം അത് അസാധ്യമാണ് എന്നാണ് അത്തരക്കാരുടെ വാദം. കാരണം എല്ലാവരും ഖബറിൽ കഴിച്ചുകൂട്ടാനുള്ള അവസരം ലഭിക്കുന്നില്ല. പലരും കത്തിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളാൽ ഭക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഖബർ ജീവിതം സാധ്യമല്ല എന്ന രൂപത്തിലാണ് അതിന്റെ മറുവാദം. മറ്റു ചില ആളുകൾ പറയുന്നത് ഒരു മനുഷ്യനെ ചെയ്യപ്പെട്ടിരിക്കുന്ന ഖബറിനെ നമ്മൾ വീണ്ടും ഒന്ന് കുഴിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ ഏതാനും വെള്ളിന്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഒന്നുമല്ലാത്ത രീതിയിലോ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അവിടെ രക്ഷയും ശിക്ഷയും ഒന്നും കാണുന്നില്ല, ശബ്ദങ്ങൾ കേൾക്കുന്നില്ല എന്നിത്യാദി ന്യായങ്ങളാണ് ബർസഖയായിരിക്കുന്ന വിശ്വാസത്തെ, ജീവിതത്തെ നിഷേധിക്കാൻ പലപ്പോഴും പലരെയും പ്രേരിപ്പിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ന്യായം അന്യായം എന്ത് എന്ന് തീരുമാനിക്കുന്നത് അവന്റെ മുന്നിലെത്തിപ്പെടുന്ന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പരിശുദ്ധ ഖുർആൻ കൊണ്ടും തിരു ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് ഈ ജീവിതം ബർസഖയായിരിക്കുന്ന ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു സംശയം പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈമാൻ നഷ്ടപ്പെടും, കുഫറിലകപ്പെടും. ഖബർ ജീവിതമുണ്ടോ? ഉണ്ടെന്നുള്ളതാണ് സത്യവും, അത് ഉൾക്കൊള്ളുക എന്നുള്ളത് അനിവാര്യവുമാണ്. അവിടെ രക്ഷയും ശിക്ഷയുമുണ്ടോ? അതുമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ്. ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആന്റെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെയും ഫിർഔനിന്റെ ആൾക്കാരായിരിക്കുന്ന ആളുകളെയും പരലോക ജീവിതം നയിക്കുന്നതിന് മുമ്പ് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിറിന്റെ 46-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയാൻ, അന്നാറു യുറദൂന അലൈഹാ ഉദുവൻ വഅശിയ, രാവിലെയും വൈകുന്നേരവും നരകത്തെ പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. വയൗമ തഖൂമു സ്സാഅ അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്, ഖിയാമത്ത് നാളിന്റെ അന്ന് ഫിർഔനിന്റെ ആളുകളോട് കഠിനമായിരിക്കുന്ന ശിക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക എന്ന് പറയുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ കഠിനമായ ശിക്ഷയാകുന്ന നരകത്തിന്റെ ശിക്ഷക്ക് അനുഭവിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖയായിരിക്കുന്ന ലോകത്ത് ഓരോ വ്യക്തിയെയും കാഫിറായിരിക്കുന്ന വ്യക്തികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കാണിച്ചു കൊടുക്കുമെന്നാണ്. എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതൊരു മനുഷ്യനും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന അഹദക്കും ഇദാ മാത ഉരിദ അലൈഹി മഖഅദു, ഏതൊരു മനുഷ്യനും മരണപ്പെട്ട് ഖബറടക്കം നടന്നു കഴിഞ്ഞാൽ, ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു കഴിഞ്ഞാൽ, ഉരിദ അലൈഹി മഖഅദ, അവന്റെ വരാനിരിക്കുന്ന പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന അവന്റെ ഇരിപ്പിടത്തെ, വാസസ്ഥലത്തെ അള്ളാഹു കാണിച്ചു കൊടുക്കും. ബിൽ അദാതി വൽ അശി, രാവിലെയും വൈകുന്നേരവും. ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ സ്വർഗത്തിൽ വരാനിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച്, അവന്റെ വാസസ്ഥലത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. വഇൻ കാന മിൻ അഹ്ലിൻ നാർ വമിൻ അഹ്ലിൻ നാർ, നരകത്തിന്റെ അവകാശിയാണെങ്കിൽ ബർസഖയായിരിക്കുന്ന ലോകത്ത് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നരകത്തിന്റെ അവന്റെ ഇരിപ്പിടം അവന് കാണിച്ചു കൊടുക്കുമെന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫയുഖാൽ, എന്നിട്ട് ആ മനുഷ്യനോട് പറയും,
ഹാദാ മഖ്അദുക ഹത്താ യബ്അസ അല്ലാഹു യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുവരെ അതുവരെ ഇതാണ് നിന്റെ അവസ്ഥ, ഇതാണ് നിന്റെ ഇരിപ്പിടമെന്ന് പറഞ്ഞുകൊണ്ട് അവൻക്കത് പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി നൽകി ഈ ഉമ്മത്തിനെ അറിയിച്ചിരിക്കുകയാണ്. നോക്കണം, നിങ്ങൾ ഭയാനകമായിരിക്കുന്ന ഒരു ഘട്ടമാണ് പ്രിയപ്പെട്ടവരെ ബർസഖിയായിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്. കാരണം ഒരുപക്ഷെ ഈ ദുനിയാവിൽ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടില്ലാത്ത ആളുകളായിരിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ. യാത്രയിലും അതുപോലെ തന്നെ എല്ലാ രംഗത്തും ഒരുപാട് ആളുകൾ നമുക്കുണ്ട്. ഏറ്റവും അടുത്തവരായ കുടുംബ ബന്ധുക്കൾ, അതുപോലെ തന്നെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, ഒരുപാട് ആളുകൾ നമ്മെ താങ്ങി നടക്കാൻ നമുക്കിടെ കൂട്ടായി ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ മരണത്തോടുകൂടെ ആത്മീയമായി ഒറ്റപ്പെട്ടു പോവുകയും ദുനിയവിയായി ഒരു മനുഷ്യനും കൂടെയില്ലാതെ പോവുകയും ചെയ്യുന്ന അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഒരു ഖബർ ജീവിതം നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാം അനുഭവിക്കേണ്ടതാണ്. അന്ന് ഏറ്റവും അടുത്തവരായ ഒരൽപ്പം പോലും പിരിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഇണകൾ പോലും നമ്മുടെ കൂടെ വരാൻ തയ്യാറാകാത്ത ഒരു ഘട്ടമാണ് പരലോക ജീവിതം എന്ന് പറയുന്നത്. ദുൽമത്താൻ, അന്ധകാരമായിരിക്കും ആ ഖബർ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളായിരിക്കുന്ന ആളുകളോട് നിരന്തരം പറയാറുണ്ടായിരുന്നു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ നിരന്തരമായി അല്ലാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന്റെ അവസാന സമയത്ത് ആത്മാർത്ഥമായും 4 കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായി കാണാൻ കഴിയും, ഇദാ ഫറഗ അഹദുക്കും മിന തശഹുദിൽ അഖീർ. അവസാനത്തെ തശഹുദ് നിങ്ങൾ അതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫൽയതഅവ്വദ് ബില്ലാഹി മിൻ അർബഈൻ. 4 കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അല്ലാഹുവിനോട് ശരണം ചോദിക്കണം, രക്ഷ ചോദിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ഉറച്ചിട്ടില്ല എങ്കിൽ കൂടെ ഓരോ നിസ്കാരത്തിന്റെയും അവസാനത്തെ സമയത്ത് നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്ന, അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്റത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ശർരിൽ മസീഹിദ് ദജ്ജാൽ. 4 കാര്യങ്ങളെ പറയുകയാണ്. ഈ 4 കാര്യത്തിനെ കുറിച്ച് രക്ഷ ചോദിച്ചിട്ടല്ലാതെ നിങ്ങൾ നിസ്കാരത്തിൽ നിന്നും വിരമിക്കരുതേ എന്ന് മറ്റൊരു റിവായത്തിൽ കാണാൻ കഴിയും. 4 കാര്യങ്ങളാണ്. ഒന്ന്, ജഹന്നമിന്റെ നരകത്തിന്റെ അദാബിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷ ചോദിക്കണമെന്നാണ്. ഈ രക്ഷ ചോദിക്കലാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്റത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്റത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന പ്രാർത്ഥനയിലൂടെ ഞാനും നിങ്ങളുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സുപ്രധാനമായിരിക്കുന്ന ഒരു തഅവ്വുദാണ് ഖബർ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശിക്ഷയിൽ നിന്നും അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുക എന്നുള്ളത്. മഹാന്മാരായിരിക്കുന്ന നമ്മുടെ സലഫുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ട സഹാബത്ത് അങ്ങേയറ്റം കരയുമായിരുന്നു നരകത്തെ, ഈ ഖബർ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങേയറ്റം കരയാറുണ്ടായിരുന്നു. പലപ്പോഴും ബോധരഹിതനായിട്ടായിരുന്നു ഖബർസ്ഥാനുകളിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാറുള്ളത് എന്നാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് തുദ്കറുൽ ജന്നത വന്നാർ ഫലാ തബ്കി, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ അദാബുകളെ കുറിച്ചൊക്കെ നിങ്ങളോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം വൈകാരികമായി കരച്ചിൽ വരാത്തത്? എന്തേ നിങ്ങൾ ഇതിന് മാത്രം ഈ ഖബർ കാണുന്ന സമയത്ത് കരയാറുണ്ടാകേണ്ട കാരണം? ഈ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല പറയുകയുണ്ടായി, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വല മനാസിൽ ആഖിറ, ഖബർ എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള ഒന്നാമത്തെ ഭവനമാണ്, ഒന്നാമത്തെ കവാടമാണ്. ഫഇൻ നജാ മിൻഹു, അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ ഫമാ ബഅദഹു ഐസറ മിൻ, അതിനേക്കാളും എളുപ്പമായതായിരിക്കും അതിനുശേഷമുള്ളതൊക്കെ. എന്ന് പറഞ്ഞാൽ ഖബർ ജീവിതത്തിൽ നിന്ന്, ഖബറിന്റെ പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഏതെങ്കിലും ഒരാൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള അവന്റെ ജീവിതം ബർസഖിയായിരിക്കുന്ന ജീവിതം കഴിഞ്ഞാൽ ബഅസിന് ശേഷമുള്ള മഅ്ശറയും അതിനുശേഷമുള്ള ഹിസാബുകളും അതിനുശേഷം സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എല്ലാം എളുപ്പമായി തീരുമെന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഫഇല്ലം യൻജഹ് ഫമാ ബഅദഹു അശദ്ദ മിൻ, അതിൽ നിന്നും ഒരാൾക്ക് രക്ഷ ലഭിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിനുശേഷമുള്ള സകലതും അതിനേക്കാളും കടുത്തതായിരിക്കും. അതാലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്. എന്നിട്ട് പറഞ്ഞു, മാ റഅയ്തു മൻദറൻ ഖത്തുൻ വൽ ഖബറ ഇല്ലാ വൽ ഖബറ
അഫ്ളഹു മിൻ, ഖബറിനേക്കാളും മോശമായിരിക്കുന്ന ഒരു ജീവിതത്തിലെ ഒരു കാഴ്ചയും ഒരു മനുഷ്യനും കാണാനില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ബർസഖയായിരിക്കുന്ന ഒരു കാലഘട്ടം നാം തരണം ചെയ്യേണ്ടവരാണ്. ആ ജീവിതത്തിന് വേണ്ടി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു മനുഷ്യന്റെ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്നും വിട പറഞ്ഞു കഴിഞ്ഞാൽ സകലമാന പ്രവർത്തനങ്ങളും എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുകയാണ്. പ്രവാചകൻ പറഞ്ഞു, യത്ബഉൽ മയ്യിത്തു സലാസ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് ഖബർസ്ഥാനിലേക്ക് അവനെ നയിക്കപ്പെടുമ്പോ അവന്റെ കൂടെ 3 വിഭാഗം ആളുകൾ അവനെ അനുഗമിച്ചു എന്ന് വന്നേക്കാം. എന്നിട്ട് പറഞ്ഞു, രണ്ടു കാര്യങ്ങൾ മടങ്ങി വരും. അവന്റെ കൂടെ ഒന്ന് മാത്രമായിരിക്കും ശേഷിക്കുക. അവന്റെ കുടുംബങ്ങൾ, ഒരുപക്ഷെ അവന്റെ പിതാക്കള്, സഹോദരങ്ങള്, അതുപോലെ തന്നെ ആൺമക്കള്, അതുപോലെ തന്നെ കൂട്ടുകാര്, ഇവരൊക്കെ അവനെ അനുഗമിച്ചു എന്ന് വന്നേക്കും. ഒമാലുഹു, ഒരുപക്ഷെ അവന്റെ സമ്പത്ത് വാഹനങ്ങളായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലായി അവൻ അനുഗമിച്ചു എന്ന് വന്നേക്കാം. അതും തിരികെ വരും. വഅമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവനോടൊപ്പം ഉണ്ടാകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, മരണത്തിനു ശേഷമുള്ള ഈ ബർസഖയായിരിക്കുന്ന ജീവിതത്തിൽ നമ്മോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റിയിരിക്കുന്ന ഏതു അമലുകളാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അങ്ങേയറ്റം ഭയാനകമായിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ബർസഖയായിരിക്കുന്ന ലോകത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുക. ഒരു മനുഷ്യനെ, അവൻ നല്ലവനായിരുന്നാലും മോശപ്പെട്ടവനായിരുന്നാലും, അവന്റെ ഭൗതിക ശരീരത്തെ ഭൂമിയിലേക്ക് വെക്കുന്ന സമയത്ത് ആ ഭൂമിക്ക് വല്ലാത്തൊരു ഞെരുക്കമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചതിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഏതെങ്കിലും ഒരു മനുഷ്യന് ഖബറിന്റെ ഒരു ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ അത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടണമായിരുന്നു. പക്ഷേ ഒരിക്കലും അതില്ല. എല്ലാവരും അത് അനുഭവിക്കേണ്ടി വരും. മരണത്തിന്റെ വേദന അനുഭവിക്കുന്നത് പോലെ ഖബറിന്റെ ഞെരുക്കം എല്ലാവരും അനുഭവിക്കേണ്ടി വരും. പക്ഷേ വിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ ആ ഞെരുക്കത്തിനു ശേഷം അത് വിശാലമായിരിക്കുന്ന രൂപത്തിൽ അവന്റെ ഖബറിനെ 4 ഭാഗങ്ങളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലപ്പെടുത്തി കൊടുക്കുമെന്നാണ്. അല്ലാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സാങ്കല്പികമായിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ കാലഘട്ടമല്ല, നേരെ മറിച്ച് പ്രമാണങ്ങളിലൂടെ അള്ളാഹു ഈ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ നമുക്ക് രക്ഷ വേണോ, ഈ ദുനിയാവിൽ പണിയെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖബറിലേക്ക് ഒരു മനുഷ്യന്റെ വെച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്ത് അവന്റെ അടുക്കൽ നിന്ന് ആടുകൾ തെന്നിമാറി അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കാത്ത ദൂരത്തേക്ക് എത്തുന്നവർക്ക് 2 മലക്കുകൾ അവിടേക്ക് സന്നിധരാകുമെന്നാണ്. കറുത്തവരായിരിക്കുന്ന ഭീകരരൂപികളായിരിക്കുന്ന 2 മലക്കുകൾ, അതുപോലെ തന്നെ നല്ല നീലക്കണ്ണുള്ള മലക്കുകൾ, ഇവർ 2 പേരും ഏതൊരു മനുഷ്യനെയും പിടിച്ചിരുത്തുമെന്നാണ്. എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളുടെ ഇടയിൽ പതറിപ്പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദുനിയാവിൽ അതിനെ സാക്ഷാത്കരിക്കുന്ന രൂപത്തിലുള്ള വിശ്വാസവും അമലുകളും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചാണ് ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആന്റെ ഒരു വചനം പലപ്പോഴും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا എന്ന് പറഞ്ഞല്ലോ. അഥവാ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്ന് പതർച്ചയുണ്ടാവുകയില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ മോശമായിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് രക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ആ ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായിരിക്കുന്ന വിശ്വാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് ഒരിക്കല് ബനൂ നജ്ജാർ ഗോത്രത്തിന്റെ തോട്ടങ്ങളിലൂടെ ഇങ്ങനെ സഹാബത്തൊന്നിച്ച് നടക്കുന്ന സമയത്ത് ഒരു കോവർ കഴുതയുടെ മുകളിലാണ് പ്രവാചകൻ ഇരിക്കുന്നത്. അതിലൂടെ സഞ്ചരിക്കുമ്പോ ആ കോവർ കഴുത വല്ലാണ്ട് വിരളി പൂണ്ട് പ്രവാചകൻ മറിഞ്ഞു വീടുമാറ് ഓടുകയുണ്ടായി. അല്പം കഴിഞ്ഞ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, അവിടെ കണ്ട ഖബറുകളെ കുറിച്ച്, ഈ ഖബറുകൾ ആരുടേതാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? സഹാബത്ത് പറഞ്ഞു, അതെ, ഇന്ന ആളുകളുടെ ഖബറുകളാണ്. എന്ത് മരണപ്പെട്ടവരാണ്, എങ്ങനെയാ, ഏതവസ്ഥയിൽ മരണപ്പെട്ടവരാണ് അവര്? സഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ, ഇസ്ലാം മതം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കാതെ ശിർക്കിലായിക്കൊണ്ട് മരണപ്പെട്ടവരാണ് എന്ന് പറഞ്ഞപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഈ ഖബറിൽ കഠിനമായിരിക്കുന്ന ശിക്ഷ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെങ്ങാനും ഒരു മനുഷ്യനെ ഈ ദുനിയാവിൽ നിന്നും ഖബറിലെ ശിക്ഷയുടെ ഭയാനകത കാരണത്താൽ മറമാടാൻ തയ്യാറാവാതെ വിട്ടേച്ചു പോകുമോ എന്ന ഭയമില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു,
ഞാൻ കേൾക്കുന്ന ഖബറിന്റെ ആ ഭയാനകമായിരിക്കുന്ന ശിക്ഷയുടെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞാനതിന് തയ്യാറാവാത്തത്, അതെങ്ങാനും കേട്ടുകഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുന്ന ആളുകളെ ഖബറിൽ വെക്കാൻ നിങ്ങൾ കൂട്ടാക്കുകയില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം ഒരുപാട് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ കഠിനമായിരിക്കുന്ന ശിക്ഷയും. അതേ അവസരത്തിൽ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച സമയത്ത് ഒരു ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, അഥവാ നല്ല മനുഷ്യന്മാരുടെ ആത്മാവിനെയും ചീത്ത മനുഷ്യന്മാരുടെ ആത്മാവിനെയും പിടിക്കുന്നു എന്ന് പറഞ്ഞ വിശാലമായ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, നല്ലവരായിരിക്കുന്ന ആളുകളുടെ ആത്മാവ് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവരോട് മലക്കുകൾ ചോദിക്കും, സുന്ദരമായിരിക്കുന്ന രൂപത്തിലുള്ള മറുപടി പറയും. ആ സമയത്ത് സ്വർഗീയമായിരിക്കുന്ന സൗഭാഗ്യങ്ങൾ അവർക്ക് നൽകും, അതിലേക്ക് തുറക്കപ്പെടും വാതിലുകൾ, സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം തുറക്കപ്പെടുമെന്നാണ്. നല്ലവരായിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഖൈറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബർസഖയായിരിക്കുന്ന ജീവിതത്തിൽ ശിക്ഷ അനുഭവിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുത്തായിട്ട് കാണാൻ കഴിയും. വിശദീകരിച്ചു കൊടുത്തത് ഈ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ശിക്ഷയും പല രൂപത്തിലുള്ള ഭീകരമായിരിക്കുന്ന ശിക്ഷയും ഒക്കെ ഈ ബർസഖയായിരിക്കുന്ന ലോകത്ത് കുറ്റവാളികളായിരിക്കുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ ജീവിതമാണ് ഇനി നമുക്ക് കാത്തിരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുകയും ചെയ്യുക. നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ അമലുകൾ മാത്രമാണ്. ആ അമലുകൾ ഈ ദുനിയാവിൽ നിന്ന് വേണം നമുക്ക് അധ്വാനിച്ചുണ്ടാക്കിയെടുക്കാൻ. അതിനുവേണ്ടി കഠിനമായിരിക്കുന്ന ശ്രമങ്ങൾ നടത്തുക. അതല്ലാതെ കേവലം യുക്തിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നല്ല, ഒരു ലോകകപ്പ് മർദ്ദനം അതൊരിക്കലും സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം തകർന്നു പോകുന്നു എന്ന് മാത്രമല്ല, നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി ആ ഭയാനകമായിരിക്കുന്ന ശിക്ഷ ബർസഖയായിരിക്കുന്ന ലോകത്ത് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന ആ ജീവിതത്തിന് വേണ്ടി വിഭവങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുക, നമ്മുടെ വിശ്വാസം നന്നാക്കുക. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ആ ജീവിതത്തെക്കുറിച്ച്, ബർസഖയായിരിക്കുന്ന ലോകത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന ആ ജീവിതത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക. അള്ളാഹു പരലോകത്തും അതുപോലെ തന്നെ ബർസഖയായിരിക്കുന്ന ജീവിതത്തിൽ പ്രത്യേകിച്ചും അതിനുശേഷമുള്ള ഹിസാബിന്റെയും അതുപോലെ തന്നെ വിചാരണയുടെയും സ്വർഗീയമായിരിക്കുന്ന ആ രക്ഷയുടെയും ഒക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന മുത്തഖീങ്ങളായിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ടവരായിരിക്കാം. അത്തരം ആളുകളൊക്കെ ഇപ്പോൾ അങ്ങേയറ്റം ആവശ്യക്കാരാണ്. എന്തിന്? നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ആത്മാർത്ഥമായും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏതൊരു ഖബറും മറമാടപ്പെട്ടു കഴിഞ്ഞാൽ, അഥവാ ഒരു മനുഷ്യനെ മറമാടിക്കഴിഞ്ഞാൽ സഹാബത്തിനോട് പറയാറുണ്ടായിരുന്നു, എന്ത്? നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി ആത്മാർത്ഥമായും നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഖബറിലെ ചോദ്യങ്ങളുടെ വിഷയത്തിൽ ആ ഘട്ടങ്ങളിൽ സ്ഥൈര്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ട് ഇസ്തഗ്ഫിറൂ ലി അഖീകും വസലൂ ലഹു ബിത്തസ്ബീത്, അല്ലാഹു അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ചോദ്യം ചെയ്യുന്ന വേളയിൽ സ്ഥൈര്യം കിട്ടാൻ വേണ്ടി, അതിന് മറുപടി പറയാൻ വേണ്ടിയുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. അതാണ് മരണത്തിനു ശേഷം നമ്മൾ പലപ്പോഴും ഖബർസ്ഥാനിൽ വെച്ചുകൊണ്ട് തസ്ബീത്തുകൾ ചെല്ലാറുണ്ട്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് പറഞ്ഞുകൊണ്ട്. ആ രൂപത്തിലുള്ള പദങ്ങൾ ഹദീസിൽ വന്നിട്ടില്ല എങ്കിലും ശരി, ആ സമയത്ത് പതറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വിശ്വാസികളായിരിക്കും നമ്മുടെ കടമയാണ്. ഏതാണെങ്കിലും ശരി, പരലോക ജീവിതം അതിനുവേണ്ടി അധ്വാനിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നുസല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഏതൊരു മനുഷ്യനും അനുഭവിക്കേണ്ടുന്ന ജീവിതത്തിന്റെ സുപ്രധാനമായിരിക്കുന്ന ഒരു ഘട്ടമാണ് ബർസഖയായിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്. അഥവാ മരണത്തിനു ശേഷം പുനർത്തെഴുന്നേൽപ്പ് വരെയുള്ള കാലഘട്ടം സുദീർഘമായിരിക്കുന്ന ഒരു കാലഘട്ടമാണത് എന്നാണ്. ആ സമയത്ത് രക്ഷയും ശിക്ഷയുമുണ്ട് എന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അതും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു സഹാബിയുടെ മയ്യത്ത് ഖബറടക്കാൻ വേണ്ടി ഖബർസ്ഥാനിലേക്ക് പോവുകയും ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പം ഖബർ റെഡിയായിട്ടില്ല. അപ്പൊ സഹാബത്ത് പ്രവാചകന്റെ ചുറ്റും അങ്ങനെ ഇരിക്കുകയുണ്ടായി.
ഒരാളും ഒന്നും ഉരിയാടുന്നില്ല. ഹദീസിൽ വന്നിരിക്കുന്ന പദം, ഒരു പക്ഷി തന്റെ തലയിലിരുന്നാൽ ഇളകിയാൽ അത് പാറിപ്പോകുമോ എന്ന ഭയം കാരണത്താൽ എത്രമാത്രം മൗനത്തോടുകൂടെ അടക്കത്തോടുകൂടെ ആയിരിക്കും ഒരു മനുഷ്യരിക്ക് അതേ ഇരിപ്പായിരുന്നു ഇരുന്നത് എന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, നിങ്ങൾ നരകത്തിൽ നിന്നും ഖബറിന്റെ ശിക്ഷയിൽ നിന്നും നിങ്ങൾ രക്ഷ ചോദിക്കണമെന്ന് 2 പ്രാവശ്യം ആവർത്തിക്കുകയുണ്ടായി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖബറിന്റെ ശിക്ഷയുണ്ട് എന്ന യാഥാർത്ഥ്യം തന്നെയാണ് ഇത് എന്നാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർസ്ഥാനിൽ നിന്ന് 2 ഖബറുകളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ 2 ഖബറിലെയും ആളുകൾ ഇപ്പോൾ ശിക്ഷയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇവർ 2 പേരും ശിക്ഷിക്കപ്പെടുന്നത് വലിയ കാര്യത്തിന്റെ പേരിലൊന്നുമല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിപ്രായ പ്രകാരം, നമ്മുടെ വീക്ഷണപ്രകാരം വലിയ തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷെ റബ്ബിന്റെ അടുക്കല് അവർ വലിയ തെറ്റ് ചെയ്തവരാണ് എന്നാണ്. ഹദീസ് പ്രകാരമാണ്, ഇന്നഹുമാ ല യുഅദ്ദിബാനി മാ യുഅദ്ദിബാനി ഫീ കബീറിൻ. നിങ്ങളുടെ കാഴ്ചയുള്ള വലിയ അബദ്ധങ്ങൾ പണഞ്ഞിട്ട് തെറ്റുകൾ ചെയ്തിട്ടല്ല അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അമ്മ അഹദുഹുമ, അവൽപ്പെട്ട ഒരു മനുഷ്യൻ, ഫകാന ലാ യസ്തതിറൂനൽ ബൗല, അവർ മൂത്രമൊഴിക്കുന്ന സമയത്ത് അഥവാ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് മറ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. അതിൽ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ മറ്റൊരു അഭിപ്രായം കൂടെ പറഞ്ഞു, ശരിയായിരിക്കുന്ന രൂപത്തിൽ ശൗചം ചെയ്യാതെ ആ രൂപത്തിൽ മൂത്രം വാർച്ച അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നവരാണ് എന്ന്. പ്രത്യക്ഷത്തിൽ അതിന്റെ അർത്ഥം തീർച്ചയായും മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന ലജ്ജയില്ലാതെ പരസ്യമായി ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നവരാണ് എന്നാണ്. രണ്ടാമത്തെ ഫഖാനയും ഷീബിൻ നമീമ, മറ്റുള്ളവരെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞു നടക്കുന്ന ഐബത്ത് നമീമത്തുകൾ പറഞ്ഞു നടക്കുന്നവരായിരുന്നു. ഈ 2 കാരണത്താൽ അവർ ശിക്ഷിക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ നിസ്സാരമായി നമ്മൾ കരുതപ്പെടുന്ന കാര്യങ്ങളുടെ പേരിൽ പോലും പരലോകത്ത് അല്ല, അതിനു മുമ്പ് വെറുതെയായിരിക്കുന്ന ലോകത്ത് കഠിനമായിരിക്കുന്ന ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു കാര്യമാണ് ബർസഖയായിരിക്കുന്ന ഒരു ജീവിതമുണ്ട് എന്നുള്ളത്. അവിടെ രക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ അമലുകൾ മാത്രമായിരിക്കും. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ 2 മലക്കുകൾ വന്നവാ മുൻകർ നക്കീർ 2 മലക്കുകൾ വന്ന് ചോദ്യങ്ങൾ ചോദിച്ച് അതിൽ കൃത്യമായിരിക്കുന്ന മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടേക്ക് നല്ല സുമുഖന്മാരായിരിക്കുന്ന, കാണുന്ന സമയത്തു തന്നെ സന്തോഷം നൽകുന്ന രൂപത്തിലുള്ള മനുഷ്യരൂപങ്ങൾ കടന്നു വരുമെന്നാണ്. എന്നിട്ട് പറയും, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ബേജാറാവേണ്ടതില്ല, നിങ്ങൾ സന്തോഷിക്കൊള്ളുക എന്നൊക്കെ പറഞ്ഞവനെ സമാശ്വസിപ്പിക്കുമ്പം ചോദിക്കും, നിങ്ങൾ ആരാണ്, നിങ്ങളെ എനിക്ക് പരിചയമല്ലല്ലോ. ഈ സമയത്ത് പറയും, ഞാൻ നിങ്ങളുടെ അമലുകളാണ് എന്നാണ്. അഥവാ നാം നിസ്കരിച്ചിരിക്കുന്ന, അള്ളാഹു സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ നിസ്കാരങ്ങളും അതുപോലെ തന്നെ നോമ്പും മറ്റുള്ള അത്തരം ഇബാദത്തുകളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ഖബറിൽ നമുക്ക് കൂട്ടായി സമാശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. അതിനൊക്കെ എന്ത് വേണം പ്രിയപ്പെട്ടവരെ? സ്വീകാര്യയോഗ്യമായിരിക്കുന്ന അമലുകൾ ഈ ദുനിയാവിൽ നമ്മൾ ചെയ്തുണ്ടാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് ബന്ധങ്ങൾ അറ്റുപോകുമെന്ന് ഭയന്ന്, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പുകൾ അകന്നു പോകുമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കുടുംബം ഛിദ്രമാകുമെന്നൊക്കെ പറഞ്ഞ് ദീനിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളെപ്പോലും നമ്മൾ പുച്ഛത്തോടുകൂടെ മാറ്റി നിർത്താൻ തയ്യാറാകുമ്പോൾ ദുനിയാവിലെ ബന്ധങ്ങൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ശ്വാസം അടങ്ങുന്നത് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോവുകയാണ്. അതിനുശേഷമുള്ളൊരു കൂട്ടാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷമുള്ള ഒരു പ്രകാശമാണ് നമ്മുടെ ഖബറിൽ നമുക്ക് വേണ്ടത്. അത് തീർച്ചയായും അടിയുറച്ച വിശ്വാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മൾ പരിശോധിക്കുക. ശിർക്കില്ലാത്ത, കുഫറുകളില്ലാത്ത വിശ്വാസം സ്വീകരിച്ചുകൊണ്ട്, വിദഗ്ധകളില്ലാത്ത, പരിപൂർണമായിരിക്കുന്ന പ്രവാചകന്റെ ഇത്തിബാ ചെയ്തുകൊണ്ടുള്ള സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതുമാത്രമായിരിക്കും മരണത്തിനു ശേഷമുള്ള ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുക. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ളത് പോലെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. ഇനിയെങ്കിലും അത്തഹിയാത്തിന്റെ വേളയിൽ അവസാന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം അമിൻ അദാബിൽ ഖബർ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഓർമ്മ നമുക്കുണ്ടാവണം. അല്ലാഹുവേ, എന്റെ ഖബറിനെ നീ എനിക്ക് സുന്ദരമാക്കി തരണമേ, പ്രയാസരഹിതമാക്കി തരണമേ, പ്രകാശിക്കുന്നതാക്കി മാറ്റണമേ, അതുപോലെ തന്നെ വിശാലത ഉണ്ടാക്കി തരണമേ എന്ന രൂപത്തേക്കുള്ള ചിന്തകൾ കടന്നു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, അതുമാത്രമേ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ ജീവിതത്തെ മറക്കാതിരിക്കുക. ജീവിതത്തിന്റെ ഓരോ സന്തോഷത്തിന്റെ വേളയിലും മരണമുണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട്, ഒറ്റപ്പെടുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട്
ഒരു ശരിയായിരിക്കുന്ന ഈമാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തയ്യാറാവുക. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നിസ്കാരത്തിന്റെ വിഷയത്തിൽ കണിശത പാലിക്കുന്ന മനുഷ്യന്മാര്, അതുപോലെ തന്നെ പരലോക വിശ്വാസം അടിയുറച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്മാർക്ക് പോലും പരലോക ജീവിതത്തിനിടയിലുള്ള ഒരു ബർസഖയായിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് ആലോചിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല, അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത്തരമൊരു അവസ്ഥ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുകയാണ്. അതിനൊക്കെ കാരണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ സാധ്യമാകും, എങ്ങനെ കഴിയും എന്നൊക്കെയാണ്. പക്ഷെ ഈ ശിക്ഷയും രക്ഷയും നൽകുന്നത് നമ്മളായിരുന്നെങ്കിൽ തീർച്ചയായും മനുഷ്യരെയാണ് ഏൽപ്പിച്ചിരുന്നതെങ്കിൽ വലിയ പ്രയാസം തന്നെയാണ്. കാരണം എല്ലാവരെയും ശിക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, അതിന് സാധ്യവുമല്ല. ഈ പറയുന്ന ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ രക്ഷയും ശിക്ഷയും നൽകുന്നത് സിട്ടാവായിരിക്കുന്ന റബ്ബാണ്. ഒരുപാട് അതിനെ യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് ഉദാഹരണം നമുക്കറിയാമല്ലോ. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വേദന മറ്റൊരാൾക്ക് മനസ്സിലാക്കുകയില്ല. എനിക്ക് കഠിനമായ തലവേദനയുണ്ട് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കൂടെയുള്ള ആളുകൾക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ സ്വപ്നങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. കേവലം സ്വപ്നത്തെ പോലെയാണ് എന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. പരിപൂർണമായും അതുപോലെ അവന്റെ ശരീരവും അവന്റെ ആത്മാവിനും ഉൾക്കൊള്ളുന്നതാണ് ബർസഖയായിരിക്കുന്ന ജീവിതത്തിലെ രക്ഷയും ശിക്ഷയും എന്ന് പറയുന്നത്. എന്നാൽ ദുനിയാവിൽ നാം അനുഭവിക്കുന്നതാണല്ലോ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. സ്വപ്നം കാണുന്ന മനുഷ്യൻ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ തന്റെ മകനോ ഭാര്യയോ ഭർത്താവോ കാണുന്ന സ്വപ്നത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മനസ്സിലാക്കുമ്പോ ഇത്തരത്തിലുള്ളൊരു യാഥാർത്ഥ്യ ജീവിതത്തെക്കുറിച്ച് ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാൻ എന്തോ തകരാറുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈമാനിനെ നമ്മൾ പുതുക്കുക. അതിന് കഴിയുന്നതാകട്ടെ ദീനീപരമായിരിക്കുന്ന അറിവ് കൊണ്ടല്ലാതെ മറ്റു കഴിയില്ല. അതുകൊണ്ട് ദീനിനെ മനസ്സിലാക്കാൻ, ദീനിനെ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്നും ബർസഖയായിരിക്കുന്ന ജീവിതത്തിന്റെ കെടുതിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മരണപ്പെട്ടു പോയിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന മുഴുവൻ ആളുകളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നാളെ പരലോകത്തിന് വേണ്ടി അതുപോലെ തന്നെ ആഖിറത്തിന് വേണ്ടിയുള്ള ആ ജീവിതത്തിനിടയിൽ അല്ലെ ആ യാത്രക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കാൻ സന്നദ്ധരായിരിക്കുന്ന വിശ്വാസ കരുത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ നന്മകൾ പ്രവർത്തിക്കാൻ സന്നദ്ധമായിരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ചെറുതും വലുതുമായിരിക്കുന്ന തിന്മകൾ അറിഞ്ഞും അറിയാതെയും പലപ്പോഴായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എല്ലാം പൊറുക്കുന്നവരാണല്ലോ റബ്ബേ, ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിനൽ അംവാത്ത് റബ്ബനാ